ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൈംബക്സിൻ്റെ പുതിയ പേയ്മെൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയാണ്. റേസർ പേ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ റേസർ പേ എന്താണ്, അതിനെ കുറിച്ചുള്ളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈംബക്സിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് റേസർ പേ എങ്ങനെ ആഡ് ചെയ്യും എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ സെറ്റിങ്സ് എന്നുള്ള ആ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഓൾറെഡി ഏത് പേയ്മെൻറ്റ് മെത്തേഡ് വഴിയാണോ ക്യാഷ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ താഴോട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന റേസർ പേയുടെ ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ATM ഉണ്ട്, പേപ്പാൽ ഉണ്ട്, സ്ക്രില്ല്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ടൈംബക്സിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ബൾക്ക് എമൗണ്ട് ആയിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് നിങ്ങളുടെ ഹോൾഡ് മൈ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾഡായിട്ട് അവിടെ കിടക്കുന്നതായിരിക്കും. നിങ്ങളുടെ വാളറ്റിനകത്ത് ആ പൈസ മൊത്തം കിടക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ വിഡ്രോ ചെയ്യണമെങ്കിൽ അത് അവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഹോൾഡ് എന്നുള്ളത് മാറ്റിയാൽ മാത്രം മതി, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ റേസർ പേ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് മെത്തേഡ് റേസർ പേ സെലക്ട് ചെയ്ത് റേസർ പേ സെലക്ട് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഫോൺ നമ്പറാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കണം. ATM ഒക്കെ ആണെങ്കിൽ നമ്മുടെ മെയിൽ ID ആണ്, ATM പേപ്പാലൊക്കെ ആണെങ്കിൽ മെയിൽ ID ആണ് ചോദിക്കുന്നത്. റേസർ പേയിൽ നമ്മുടെ ഫോൺ നമ്പറാണ്. ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത ശേഷം നമ്മളോട് അവർ പറയും ടൈംബക്സിൻ്റെ പാസ്വേഡ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൈംബക്സിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ടൈംബക്സിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത ഉടൻ തന്നെ നിങ്ങളുടെ മെയിലിലേക്ക്, ജിമെയിലിലേക്ക് അവർ ഒരു ലിങ്ക് അയക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, അതിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള പേജിൽ വരാൻ നേരത്ത് അവിടെയും അപ്ഡേറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീണ്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ, വീണ്ടും ഇപ്പോൾ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ആഡ് ചെയ്ത് അത് നിങ്ങൾക്ക് പേടിഎമ്മിലേക്ക് ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ATM ഒക്കെ ആക്കണം, അങ്ങനെ വീണ്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ വീണ്ടും അപ്ഡേറ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. ഓൾറെഡി ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചേഞ്ച് ആയി വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ റേസർ പേയിൽ 2% കമ്മീഷൻ സംതിങ് ഉണ്ട്. അതുപോലെ തന്നെ ടൈംബക്സ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആകാൻ നേരത്ത് നിങ്ങളുടെ ജിമെയിലിലേക്ക് ഒരു ലിങ്ക് അയക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ബാങ്കിലേക്കോ അല്ലെങ്കിൽ UPI ഇത് ഉപയോഗിച്ചോ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ. അതുപോലെ റേസർ പേയിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഫുൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്, UPI ID അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഒറ്റത്തോണം അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് പേയ്മെൻറ്റ് വരാൻ നേരത്ത് നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് റിഡീം ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് വിഡ്രോ എടുത്ത ശേഷം ഞാൻ നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.